ഞാൻ ഇന്നത്തെ ബെയിൽ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് വന്ന ജഡ്ജ്മെന്റിലെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ വായിക്കാം. Along with the report filed by the investigating officer, the printout of the screenshot of chat between the petitioner and the victim is produced. In that, some of the chatters are masked. The perusal of the same prima facie shows that there are contact between the petitioner and the victim. Even after the alleged incident, there is conversation regarding the nature of relationship, like the love relationship or a committed relationship. There is nothing in the record produced by the prosecution which show the allegation against the petitioner. ഇതിൽ നിന്നും ഏറ്റവും വ്യക്തമാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ബെയിൽ ആപ്ലിക്കേഷൻ പരിഗണിക്കുമ്പോൾ ആദ്യം നമ്മുടെ കോടതികൾ എടുക്കുന്ന പ്രധാനപ്പെട്ട സ്റ്റാൻഡ്, ഗ്രൗണ്ട് ഫോർ ദ ഗ്രാന്റിംഗ് ബെയിൽ ഡിപ്പെൻഡ്സ് ഓൺ 2 cumulative കണ്ടീഷൻ. ഓപ്പർച്യൂണിറ്റി ഫോർ ദി പബ്ലിക് പ്രോസിക്യൂട്ടർ ടു ഒപ്പോസ് ദ ബെയിൽ. ഇവിടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ബെയിൽ ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. The court is satisfaction that there are the reasonable ground to believing the accused is not guilty of the offense and that he is not likely to commit any offense while on bail. ഇതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മുടെ ഈ കേസിൽ നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ഒരു MLA ആണ് എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ആദ്യ ബെയിലിനകത്ത് ഒരു ഒപ്പോസിഷൻ ആയിട്ട് വരുന്നത്. MLA ആണ് എന്ന കാരണം കൊണ്ട് ബെയിൽ കൊടുത്തില്ല എന്നൊരു വസ്തുതയും അവിടെ നിലനിൽക്കെ തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിവേചന അധികാരത്തിൽ നോട്ട് ടു അറസ്റ്റ് കൊടുക്കുകയും ചെയ്തത്. സങ്കേത് സണ്ണി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിൽ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കണ്ടീഷൻസ് ആർ സ്ട്രിക്റ്റ് എസ്പെഷ്യലി ഇൻ കേസ് ഇൻവോൾവിംഗ് സീരിയസ് ഒഫൻസസ്. അപ്പോ ഇതിനകത്ത് ഈ രണ്ട് വിധിന്യായങ്ങളും പറഞ്ഞിട്ടുള്ളത് ഒരേ ജഡ്ജി ആണെങ്കിലും അതിൻ്റെ അകത്ത് ഒരു വസ്തുതാ വിരുദ്ധതയൊന്നും കാണേണ്ട, നമ്മൾ അതിനെ വസ്തുതാവിരുദ്ധമായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. അതിലെ വസ്തുതാവിരുദ്ധതയല്ല ഞാൻ ചോദിച്ചത് അഡ്വക്കേറ്റ് പത്മലക്ഷ്മി. കേസ് ദുർബലമാവുകയാണ്. ഒന്നാമത്തെ കേസ് തന്നെ എടുത്തു നോക്കൂ. ഒന്നാമത്തെ കേസിൽ റേപ്പ് എന്ന് ഇരയുടെ മൊഴിയില്ല. റേപ്പ് എന്ന് പോലീസ് ആഡ് ചെയ്തൊരു വകുപ്പാണ്. അതിൽ അവരുടെ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ എവിടെയും ബലാത്സംഗം എന്നില്ല, ബലാത്സംഗം എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. രണ്ടാമത്തെ കേസിൽ ബലാത്സംഗം എന്ന വാക്കുണ്ട്. ആ ബലാത്സംഗം എന്ന വാക്കുണ്ടായിട്ടും അതിനെ കൊറാബറേറ്റ് ചെയ്യുന്ന ഒരു തെളിവും, ഒരു പ്രഥമ ദൃഷ്ടിയ ഒരു തെളിവും ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ കഴിയുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ അപ്പിയർ ചെയ്യുകയാണെങ്കിൽ പൊളിറ്റിക്കലി രാഷ്ട്രീയമായ അദ്ദേഹത്തിന് കുറെ കൂടി ഒരു വിക്ടിം ഹുഡ് ഫീൽ കിട്ടുകയാണ്. ആളുകളുടെ മുമ്പിൽ താൻ വേട്ടയാടപ്പെടുകയാണ് എന്ന ഫീൽ വരും. അതാണ് ഉണ്ടാവുക. തീർച്ചയായിട്ടും. കാരണം രണ്ടാമത്തെ കേസിൽ പരാതി കൊടുത്തിരിക്കുന്ന വ്യക്തി ആരാണ്? ആ FIR-നകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത്? ആ FIR-ൽ പറഞ്ഞ KPCC പ്രസിഡന്റ് അല്ലേ പരാതിക്കാരനായി വന്നിട്ടുള്ളത്? അല്ല, ക്രൈംബ്രാഞ്ച് അവരുടെ മൊഴിയെടുത്തു. ക്രൈംബ്രാഞ്ച് അവരുടെ മൊഴിയെടുത്തു മാത്രമല്ല, ഈ ജാമ്യ ഉത്തരവിൽ കോടതി വേറൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് ഈ പരാതി KPCC അധ്യക്ഷൻ മാധ്യമങ്ങൾക്ക് അയക്കുന്നതിന് മുമ്പ് തന്നെ ക്രൈംബ്രാഞ്ച് ഇവരെ ലൊക്കേറ്റ് ചെയ്തിരുന്നു, ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നെന്നാണ് കോടതി തന്നെ അതിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതിനുശേഷം നടന്ന കാര്യങ്ങളാണ്. ആദ്യം ഈ പരാതി പോകുന്നത് KPCC പ്രസിഡന്റിലൂടെയാണ്. അപ്പോൾ പരാതിക്കാരി എന്ന സ്ഥാനത്ത് KPCC പ്രസിഡന്റിന്റെ പേരെന്നുള്ള ഒരു കൗതുകകരമായ കാര്യം ഈ FIR-ൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ പറയുന്ന പോലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരാതിക്കാരിനെ കാണുകയും ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും ചെയ്തത്. എന്നാൽ ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ, അതായത് ഈ ജഡ്ജ്മെന്റിന്റെ ഉത്തരവ് വായിക്കുമ്പോൾ തന്നെ വ്യക്തമാവുന്നുണ്ട് ഇവർ തമ്മിലുള്ള ചാറ്റുകളും ഈ ഒരു ഇൻസിഡന്റിന് ശേഷം പിന്നീട് ഉള്ള ചാറ്റുകൾ ഉള്ളതായിട്ടാണ് പറയുന്നത്. കേസ് ഡേ ബൈ ഡേ കേസ് ദുർബലമാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.